ഇന്ന് ഞങ്ങൾ ചൊച്ചയ്ക്ക പറിക്കാൻ പറമ്പിൽ വരെ വന്നതായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ചൊച്ചയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ചൊച്ചയ്ക്ക. ഇത് നമുക്ക് ഇതിങ്ങനെ തന്നെ വിത്തായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ വിത്തിൻ്റെ ഇവിടെയാണ് മുളച്ച് വരുന്നത്. ഇങ്ങനെ മുളച്ച് വരും. ഇത് കണ്ടോ മുളച്ച് വരുന്നത് കാണാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ മുളച്ച് വരുമ്പോൾ നമ്മളിതിനെ ഇങ്ങനെ നേരെ തന്നെ മണ്ണിലേക്ക് ചെറുതായിട്ട് മണ്ണൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ചും കൂടെ നട്ടു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് മാവിൻ്റെ പൊക്കത്തിലേക്ക് കയറി നിറച്ചും കായ്ച്ചായിരുന്നു. നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ വളമൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ നട്ടുവെച്ച് കൊടുത്ത് ഞാനിവിടെ നട്ടുവെച്ച് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കയറി നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിറച്ച് ഇവിടെ പൂവൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ചെറിയ കായും. ഇത് മത്തയും കുമ്പളും ഒക്കെ കയറി പോകുന്ന പോലെ ഇത് മരത്തെ കൂടെ കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇതിന് പന്തലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് മരത്തെ കൂടെയും കയറി പൊക്കോളും. പിന്നെ ഇതിൻ്റെ വിത്ത് നമ്മൾ കീറിയൊന്നും എടുക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വിത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കീറിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് തോരൻ വെക്കാനും മെഴുക്കുവരട്ടി വെക്കാനും പരിപ്പിട്ട് ചാറ് വെക്കാനും ഒക്കെ ഉപയോഗിക്കാം. നല്ല കറിയാട്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ. ഇത് കണ്ടോ ഞങ്ങളുടെ മാവിൻ്റെ മേളിൽ ചൊച്ചയ്ക്ക ഉണ്ടായി കിടക്കുന്നത്. ഇതുപോലെ ഇത് നിറച്ചും ഈ ചൊച്ചയ്ക്ക ഉണ്ടാകും കേട്ടോ. ഒരു മൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി ചൊച്ചയ്ക്ക പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് ആർക്ക് വേണമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് പന്തലിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് ചൊച്ചയ്ക്ക. അപ്പോളേ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.